ശ്രീ രാഹുൽ ഈശ്വർ, ഉപ്പ് തിന്നവരെല്ലാം അങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കുകയാണോ? ഈ പി എസ് പ്രശാന്ത് തനിക്കൊരു ഉത്തരവാദിത്വമില്ല, 2019 സംഭവങ്ങളല്ലേ എന്ന് തുടക്കം മുതൽ ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചുവെങ്കിൽ SIT കണ്ടെത്തുന്നത് അങ്ങനെയല്ല. അപ്പോൾ പിടിച്ചു നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് നോക്കൂ. മൂന്നാമത്തെ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടി പ്രതിപ്പട്ടിലേക്ക് വരികയും നടപടിക്ക് വിധേയരാവുകയും ചെയ്യുകയാണ്. എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ഈ സാഹചര്യം ശ്രീ രാഹുൽ ഈശ്വർ? ശ്രീ പ്രജീഷ്, രണ്ട് കാര്യങ്ങൾ. എനിക്ക് ഒരു കമ്മ്യൂണിസ്റ്റുകാരോട് ഒരു അനുഭാവവുമില്ല. കഴിഞ്ഞ 10 വർഷം പിണറായി വിജയന്റെ പോലീസ് 35-40 ദിവസം കള്ളക്കേസിൽ കുടുക്കി ജയിലിലിട്ട വ്യക്തിയാണ് ഞാൻ. പക്ഷേ ആരെയും ശക്തമായ ഗ്രൗണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. SITയെ അന്ധമായി വിശ്വസിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ SITയുടെ ഇതുവരെയുള്ള പല നടപടികളും സംശയാസ്പദമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് SITയുടെ ആ അറസ്റ്റിൽ കോഷൻ വേണമെന്ന് പറയുന്നത്. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, തന്ത്രി, എന്റെ ബന്ധു ആയതുകൊണ്ട് പറയല്ല, ശബരിമല അയ്യപ്പന്റെ പിതൃസ്ഥാനീയനായ തന്ത്രിയെ അനുജ്ഞ മേടിച്ചില്ല ദൈവത്തിന്റെ എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്തു. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ദൈവത്തിന്റെ അനുമതി മേടിച്ചില്ല എന്ന് പറഞ്ഞൊരാളെ അറസ്റ്റ് ചെയ്യുന്നത്. അടിസ്ഥാന ചോദ്യങ്ങളായ എത്ര സ്വർണം പോയി, ആര് കൊണ്ടുപോയി, ഈ ചോദ്യങ്ങൾക്കൊരു ഫൈനൽ ഉത്തരം ഇതുവരെ നൽകാൻ കഴിഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആദ്യം എടുത്ത 4.8 എന്ന് പറഞ്ഞ കണക്കിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ തൂക്ക വ്യത്യാസം. അപ്പോൾ എത്ര സ്വർണമാണ് പോയത് എന്ന് SITക്ക് ഇതുവരെ കണ്ടുപിടിച്ചൊരു ഫൈനൽ എസ്റ്റിമേഷൻ നൽകാൻ കഴിഞ്ഞിട്ടില്ല. എവിടെ പോയി എന്ന് പറയാൻ കഴിഞ്ഞിട്ടില്ല. രണ്ട്, ചാർജ് ഷീറ്റ് ഇതുവരെ സമർപ്പിച്ചിട്ടില്ല. അങ്ങനെയാണ് ശബരിമല കേസുമായി ബന്ധപ്പെട്ട ബാക്കിയുള്ളവർക്ക് ജാമ്യം കിട്ടിയത്. തന്ത്രിക്ക് അനുകൂല പരാമർശങ്ങളോടെ 4 സ്ഥലങ്ങളിൽ അനുകൂല പരാമർശങ്ങളോടെയാണ് ജാമ്യം കിട്ടിയത്. പക്ഷേ ശ്രീ രാഹുൽ ഈശ്വർ, ഒരു കാര്യം ചോദിക്കട്ടെ, അവിടെ ഒരു സ്പെഷ്യൽ കമ്മീഷണറുടെ ഒരു ദൈവനിയോഗം പോലെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ശബരിമല ആയതുകൊണ്ട് ആ ഒരു സമയോചിതമായിട്ടൊരു ഇടപെടൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു അവിടെ? ഇപ്പോൾ അറിയേണ്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ട്. അതേ ഉത്തരവാദിത്തം അദ്ദേഹത്തിന് ഇല്ലേ? 2019 ആയാലും അതിനുശേഷം 2 പ്രസിഡന്റുമാരുടെ കാലഘട്ടത്തിലെ അതേ ഉത്തരവാദിത്തം ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനുമില്ലേ? അതെ, ഉത്തരവാദിത്തം ഒന്ന്. അവിടെയാണ് നമ്മൾ റെസ്പോൺസിബിലിറ്റി ഒന്ന്, കൾപ്പബിലിറ്റി വേറൊന്നാണ്. അഥവാ ഉത്തരവാദിത്തം ഒന്ന്, എന്നാൽ ഏതെങ്കിലും തരത്തിൽ ഇവർക്ക് സ്വർണം എടുക്കുന്നതിൽ പങ്കുണ്ടോ എനിക്കറിയില്ല. ലഭ്യമായ മാധ്യമ റിപ്പോർട്ടുകളും താങ്കളുടെ മാധ്യമ പ്രവർത്തകൻ പറയുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു. ശ്രീ പ്രശാന്തിന്റെ കയ്യിൽ നിന്ന് 0.01 ഗ്രാമെങ്കിലും പോയി എന്ന് SIT കണ്ടെത്തിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ SIT ഇങ്ങനെ താളം ചവിട്ടി നിൽക്കുകയാണ്. അതിന്റെ കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ. എത്ര മാസമായി, എത്ര സ്വർണം പോയി എന്ന് SIT കണ്ടുപിടിച്ചിട്ടുണ്ടോ? എവിടെ പോയെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇല്ലാത്ത എല്ലാ കാര്യങ്ങളും പോകുന്നു. പിന്നെ SITയോടുള്ള പൊതുജനങ്ങളുടെ വിശ്വാസം അടക്കം എവിടെയാണ് ഇളക്കം തട്ടിയത്? തന്ത്രിയുടെ വീട്ടിൽ വാജിവാഹനം അടക്കം റെയ്ഡ് ചെയ്തെടുത്തു. വാജിവാഹനം ഹൈക്കോടതിയുടെ അനുമതിയോടുകൂടി ദേവസ്വം ബോർഡ് തന്ത്രിയോട് അങ്ങോട്ട് അഭ്യർത്ഥിച്ച് വീട്ടിൽ കൊടുത്തു വിട്ടതാണ്. അതായത് ഇവർ 1 മിനിറ്റ് ഒരു ഫോൺ കോളിലോ ഹൈക്കോടതിയുടെ റെക്കോർഡിലോ ചെക്ക് ചെയ്യാതാൽ അറിയാം. അപ്പം തന്ത്രിയെ മനഃപൂർവ്വം അപമാനിക്കാനായി 500 കോടി വില വരുന്ന വാജിവാഹനം, 500 കോടി എന്നുള്ള കോഴ്സിലാണ് വില വരുന്ന വാജിവാഹനം റെയ്ഡ് ചെയ്തെടുത്തു എന്നൊക്കെ പറയുന്നതിൽ എന്തർത്ഥമാണ്? അപ്പോ യഥാർത്ഥത്തിൽ SITയുടെ വിശ്വാസ്യത തെളിയിക്കേണ്ട SIT തന്നെയാണ്. SITയെ കുറിച്ച് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ജസ്റ്റിസ് ബദ്രുദ്ദീന്റെ വളരെ നെഗറ്റീവായ പരാമർശങ്ങളുണ്ട്. ഇനി നാളെ റിമാൻഡ് റിപ്പോർട്ട് കൊടുക്കുമ്പോഴും ഹൈക്കോടതിയുടെ എന്തെങ്കിലും പരാമർശം വരുന്നത് വരെ നമുക്ക് അതിലൊരു കൺക്ലൂഷൻ എത്താൻ കഴിയില്ല. അത് PS പ്രശാന്ത് ആയതുകൊണ്ടല്ല പറയുന്നത്. ആരാണെങ്കിലും എത്ര കാലമായി ഇത് ഡ്രാഗ് ചെയ്യുന്നു, ഇതിനൊരു അവസാനം ഇല്ലേ? കലികാലം തീരുന്നവരെ ഈ കേസ് ഇങ്ങനെ കൊണ്ടുപോകാനാണോ ഉദ്ദേശിക്കുന്നത്? അപ്പൊ എനിക്ക് SITയുടെ പല നടപടികളിലും സംശയമുണ്ട്. തുറന്നു പറയുന്നതിനോട് ക്ഷമിക്കണം. ഏറ്റവും ബഹുമാനത്തോടെ SITയെ കാണുന്നു, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ കാണുന്നു. SITയുടെ പല നടപടികളും സംശയാസ്പദമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. തീർച്ചയായും തന്ത്രിയുടെ കാര്യമായിട്ട് ബന്ധപ്പെട്ട കാര്യം ചോദ്യത്തിലേക്ക് ഞാൻ അങ്ങയിലേക്ക് അടുത്ത ഊഴം മടങ്ങിയെത്താം. ശ്രീ